മിനിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് ഞങ്ങൾ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഉള്ള യാത്രയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. യാത്രയുടെ രണ്ടാമത്തെ ദിവസം ഇത്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രേറ്റ് ഓഷൻ റോഡ് വഴിയാണ്. ഗ്രേറ്റ് ഓഷൻ റോഡെന്ന് പറഞ്ഞാൽ കടലിൻ്റെ തീരത്തൂടെയുള്ള റോഡാണ് കേട്ടോ. അതായത് 240 കിലോമീറ്ററോളം കടൽ തീരത്തോടെ തന്നെയുള്ള റോഡാണ്. കടലാണ് ഈ കാണുന്നത്, കടൽ തീരത്തോടെ തന്നെയുള്ള റോഡാണ്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നത് അപ്പോളോ ബേ എന്ന് പറഞ്ഞൊരു ബീച്ച്. അതായത് ഈ ഗ്രേറ്റ് ഓഷൻ റോഡിൽ തന്നെയുള്ളതാണ് ഈ അപ്പോളോ ബേ എന്ന് പറയുന്ന ബീച്ച്. ധാരാളം ബീച്ചുകളുണ്ട്. അപ്പോൾ ഈ ഒരു ബീച്ചിൽ നമ്മളൊന്ന് ഇറങ്ങി കുറച്ച് നേരം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ചിലവഴിച്ചാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോയത്. നല്ല വലിയ ശക്തമായ തിരയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് പേടിക്കാനും മാത്രമുള്ള തിരയടിച്ച് കയറുന്നൊന്നും ഇല്ലാത്തതുകൊണ്ടേ ആൾക്കാർക്ക് കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അവിടുന്ന് ആ ബീച്ചിലൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുവാണ്. ഇത് 1919 തൊട്ട് 1932 വരെ എടുത്തു ഈ റോഡ്. 240 കിലോമീറ്റർ റോഡ് ഈ കടലിൻ്റെ തീരത്തൂടെ പണിയാനായിട്ട് അത്രയും കാലം എടുത്തു കേട്ടോ. റിട്ടേൺ സോൾജിയേഴ്സാണ് ഇതെല്ലാം പണിതെടുത്തതെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു 1932 നവംബറിലാണ് ഇത് ഓപ്പൺ ചെയ്തത്. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ടോർക്കിയിൽ നിന്ന് വോണാമ്പുൾ വരെയാണ് ഇത് നീണ്ടു കിടക്കുന്നത് ഈ റോഡ് കേട്ടോ. നല്ല ഭംഗിയാണ്. കാരണം ഒരു സൈഡിൽ കടലിങ്ങനെ കണ്ട് നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര ഞങ്ങൾ ജിലോങ്ങിലേക്കാണ് പോകുന്നത്. ഈ യാത്ര പോകുന്നത് അപ്പോൾ ഈ കടൽ കണ്ട് നമുക്ക് ഭയങ്കര നല്ല ഇതല്ലേ. കാരണം കടലിൻ്റെ തീരത്തൂടെ തന്നെയുള്ള യാത്രയാണ്. ഈ യാത്രകളിലൊക്കെ നിങ്ങളെല്ലാം എൻ്റെ കൂടെ കൂടുന്നുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഇനിയും കാണേണ്ടതല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഈ കടൽ തീരത്തൂടെ ഇങ്ങനെ പോകുന്ന യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ജിലോങ്ങിലാണ് ഇനി സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ. കാരണം കാണാനുള്ളത് ഇനി ജിലോങ്ങാണ്. ഇത് ഒരു സൈഡ് നോക്കണേ. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വനം പോലെയുണ്ട് കേട്ടോ. കടലിൻ്റെ ഇങ്ങനെ സൈഡിൽ ശരിക്കും വലിയ മല പോലെയൊക്കെയാണ്. റൈറ്റ് സൈഡിൽ ഇങ്ങനെ കടലും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, നല്ല ഇത് ഗ്രാമപ്രദേശങ്ങളാണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ ആടുകളെയും പശുക്കളെയും ഒക്കെ വളർത്തുന്നതും ഇങ്ങനെയുള്ള ഏരിയയിലേ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് ടൗണിലേക്കൊന്നും ഇങ്ങനെയൊന്നും വളർത്താനൊന്നും ഇവിടെ അനുവദിക്കുകയല്ല. ഒരു വലിയ മൃഗങ്ങളെ ഒന്നും പറ്റുകയില്ല. കുതിരയുള്ളവർ പോലും റൂറൽ സൈഡിൽ മാത്രമേ പറ്റുള്ളൂ. ടൗൺ ഏരിയയിലൊന്നും കുതിരയൊന്നും അപ്പോൾ അവരവർക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിലും പറ്റുകയില്ല. അങ്ങനെ വളർത്താനൊന്നും പറ്റുകയില്ല. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വളർത്തുന്നത്. ജിലോങ് വിക്ടോറിയയിലെ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് കൺട്രി ടൗൺ ആണ് കേട്ടത്. അതായത് ഓൾഡ് കൺട്രി ടൗൺ എന്ന് വെച്ചാൽ റൂറൽ ഏരിയയിൽ വരുന്ന ടൗണുകൾക്കാണ് കൺട്രി ടൗൺ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നമുക്ക് മെട്രോ കാണുകയില്ല, ബി ലൈൻ മാത്രമേ ഉള്ളൂ ട്രെയിൻ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കളിക്കാനുള്ളതൊക്കെ ഉണ്ട്, ചാടാനുള്ളതും ഒക്കെ ഉണ്ട്. ശരിക്കും സിറ്റി സെൻറ്റർ എന്നാണ് ഇത് പറയുന്നത്. ബീച്ച് സൈഡാണ്. നമുക്ക് കടലാ തൊട്ടടുത്ത് തന്നെ ബീച്ചാണിത്. കുഞ്ഞുങ്ങൾ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പിള്ളേരെ കൊണ്ട് വൈകുന്നേരം ആൾക്കാർ വരികയും അവർക്ക് കളിക്കാൻ ഇത് കണ്ടില്ലേ. ട്രെയിൻ പോലെ ടോയ് ട്രെയിനാണ്.
ഇതിനിങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അത് കണ്ട് ചുറ്റി നടന്ന് കൊണ്ട് നടക്കുവേ. അതിനുള്ളതായത് അങ്ങനെ ഇത് ബീച്ചല്ലേ, അപ്പം വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാരൊക്കെ വന്നിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതെല്ലാം കേട്ടോ. നല്ല ഭംഗിയാക്കണം, നല്ല ഭംഗി, നല്ല ഭംഗിയുണ്ട് കാണാനേ. ഓക്കെ, സ്റ്റാച്യു പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രസമുണ്ട് കാണാൻ. നോക്കിയാൽ ഇതിങ്ങനെ ക്ലിയറാണ്. അതൊരു ബ്രിഡ്ജ് പോലെ അങ്ങ് അറ്റം വരെ ഉണ്ടാക്കി. അതിനാണെങ്കിൽ അങ്ങ് അറ്റം വരെ നടന്നു പോകാതെ സന്ധ്യയായപ്പം ഭയങ്കര തണുത്ത കാറ്റ്. അതുകൊണ്ട് അതൊക്കെ കയറാൻ പറ്റില്ല. ഉച്ച സമയത്തൊക്കെ വരുവായിരുന്നേ അങ്ങ് അറ്റം വരെ നടന്നു പോകും. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ കേട്ടോ. അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, ഇപ്പൊ പോകുമെന്ന് തോന്നുന്നു അവിടെ കേട്ടോ. അത് അങ്ങ് കാണുന്നത് അതൊരു ഹോട്ടലാണ് കേട്ടോ. അത് കാണുന്നത് ആ വെളുത്ത് കാണുന്നില്ല, ഹോട്ടലാണ്. അത് ആ കടലിലേക്കാണ് അതിൻ്റെ നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് കടലിലേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ യാത്രകളെല്ലാം തീർന്ന് ഇവിടെ നീലോങ്ങിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണേ.